എന്നതാണ്. അപ്പൊ അഹ്ലുസുന്ന വൽ ജമാഅ എന്താണ്, സലഫുകൾ ആരാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ആ സലഫുകളെ പിൻപറ്റുന്ന ആളുകൾക്ക് പറയുന്ന പേരാണ് സലഫി. അപ്പൊ സലഫികൾക്ക്, അതായത് സലഫുകളെ പിൻപറ്റുന്നവർ, സലഫി എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു സംഘടനയോ പ്രസ്ഥാനമോ അതൊന്നും മനസ്സിൽ വരാൻ പാടില്ല. അങ്ങനൊന്നും സലഫികൾക്കില്ല. സംഘടനയോ പ്രസ്ഥാനങ്ങളോ ഒക്കെ എന്തിനുള്ളതാ? അത് നമ്മുടെ ഇന്ത്യന്റെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ദഅവ പ്രോഗ്രാമുകളും മറ്റുമൊക്കെ സംഘടിപ്പിക്കാനുള്ള ഒരു വഴി, അത്രയേ ഉള്ളൂ. ഒരാളൊരു സംഘടനയെ മെമ്പർഷിപ്പ് എടുത്തതിന്റെ പേര് സ്വർഗത്തിൽ പോവോ? എന്റെ ഓള് മരിച്ചു പോയാ ഇതാക്കി ഓള് മരിച്ച പോലെ ഇങ്ങനെ തങ്ങളെ പറ്റിക്കും. മനസ്സിലായില്ലേ? മെമ്പർഷിപ്പ് കൊണ്ടൊന്നും എന്താവില്ല, സ്വർഗത്തിലെത്തൂല. ഏതെങ്കിലും ഒരു സംഘടനയുടെ മെമ്പർഷിപ്പ് നമുക്ക് എടുക്കാം. പക്ഷെ ആ സംഘടന എന്തായിരിക്കണം? മൻഹജു സലഫിനെ ഫോളോ ചെയ്യുന്നവർ ആയിരിക്കണം, അല്ലാത്തവരായിക്കൂടാ. ഇനി അല്ലാത്തവരോടൊപ്പം നമ്മൾ ചെയ്യുന്നെങ്കിൽ അതിലെന്തെങ്കിലും ഒരു മസ്ലഹത്ത് ഉണ്ടാവും. എന്താ മസ്ലഹത്ത് എന്ന് പറഞ്ഞാൽ? ഒരു നന്മ. നമുക്ക് എന്തെങ്കിലും അവരെ പഠിപ്പിച്ചു കൊടുക്കാൻ സാധിക്കും, അവർക്ക് എന്തെങ്കിലും തിരുത്തി കൊടുക്കാൻ പറ്റും എന്ന് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അവരെ കൂടെ കൂടാം. നമ്മളും അവരെ പോലെ ആയി പോകും എന്ന് പേടിയുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് മെമ്പർഷിപ്പ് ക്യാൻസലാക്കിയിട്ട് വിട്ടോണം. അപ്പൊ അങ്ങനെയുള്ള സലഫികൾ, അതായത് സലഫിനെ ഫോളോ ചെയ്യുന്ന ആളുകൾ, അവരുടെ അഖീദയിൽ, അതായത് വിശ്വാസപരമായ അഖദീയായ അഖീദ എത്ര വിഭാഗമുണ്ടെന്നാ പറഞ്ഞേ? ഏതൊക്കെയാ? തൗഖീഫിയ്യ, വഖഫ യഖിഫു എന്ന് പറഞ്ഞാൽ അതാണ് ഇംഗ്ലീഷിൽ ഉണ്ടാക്കിയത്. ഗൈബിയ്യയും തൗഖീഫിയ്യയും. അഖീദത്തുൽ ഗൈബിയ്യ എന്ന് പറഞ്ഞാൽ എല്ലാം പെട്ടു. അല്ലാഹു, മലക്കുകൾ, അമ്പിയ, മുർസലീങ്ങൾ, കിതാബുകൾ, സ്വർഗ്ഗ, നരകം, സിറാത്ത്, മീസാൻ എല്ലാം പെട്ടു. അന്നും നമ്മളെ കണ്ണുകൊണ്ട് കാണാനോ ചെവികൊണ്ട് കേൾക്കാനോ തൊട്ടറിയാനോ ഉറപ്പിച്ചറിയാനോ സാധിക്കാത്ത സംഗതികളാണ്. അതാണ് ഗൈബിയ്യ. തൗഖീഫിയ്യ എന്ന് പറഞ്ഞാൽ നസ്, ഖുർആനും ഹദീസും സ്റ്റോപ്പ്, ഒരു കാര്യം പറഞ്ഞു തന്നു, അതിന്റെ അപ്പുറത്ത് പറഞ്ഞിട്ടില്ല, അവിടെ നിൽക്കുക. അതാണ് അഖദീയായ കാര്യങ്ങൾ. ഈ അഖദീയായ മസ്അലകളിൽ അതുപോലെ ഓർക്കുന്നില്ല, പിന്നെ അഖദീയായ മസ്അലകൾ സ്വീകരിക്കുന്ന സലഫികൾക്ക് 3 അസ്ലുകളുണ്ട്. ഏതൊക്കെയാ? ഒന്ന്, അപ്പൊ നിങ്ങൾ വായിച്ചൊക്കെ പഠിക്കണമെന്നില്ലേ? അവർ അഖദീയായ വിഷയങ്ങൾ സ്വീകരിക്കുന്നത് ഖുർആനിൽ നിന്നും സ്വഹീഹായ ഹദീസിൽ നിന്നും മാത്രമായിരിക്കും. 2, അവർ ഖുർആനിനെയും ഹദീസിനെയും മനസ്സിലാക്കുന്നത് ഫഹ്മുസ് സലഫ് അനുസരിച്ച് മാത്രമായിരിക്കും. 3, അഖദീയായ വിഷയങ്ങളിൽ മനുഷ്യൻ അവന്റെ ബുദ്ധിയെ ഇടപെടിപ്പിക്കാൻ പാടുള്ളതല്ല. ഇവർ ഇടപെടിപ്പിക്കുകയില്ല. ബുദ്ധി ഒരു കാര്യം പറയുന്നു, ഖുർആനും ഹദീസും മറ്റൊരു കാര്യം പറയുന്നു. ഏതിനെ സ്വീകരിക്കാം? ഖുർആനെ. ശരി. ഇനി സലഫുകൾക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ടീമുണ്ട്, സലഫികൾക്ക്. അവർക്ക് പറയുന്ന പേരാണ് ഖലഫ്. കൂടി മനസ്സിലാക്കോ? ഖലഫ്. സലഫ് എന്ന് പറഞ്ഞാൽ മുൻഗാമികൾ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സഹാബാക്കളെയും ഫോളോ ചെയ്തവർ, അവരാണ് സലഫികൾ. അതായത് ആ ഉത്തമമായ നൂറ്റാണ്ടിലുള്ള ആള്. ഖലഫുകൾ എന്ന് പറഞ്ഞാലോ അതിന്റെ നിർവചനം ഒന്ന് അറബിയിൽ തന്നെ എഴുതി പഠിച്ചു വെച്ചു. മുടിയെ ഇപ്പൊ കാണാനില്ല. من خالف طريقة النبي صلى الله عليه وسلم
وسلم في باب العقائد. ഇതാണ് ഖലഫ് എന്ന് പറഞ്ഞ രീതി. സലഫ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്. അഖീദപരമായ കാര്യങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഫോളോ ചെയ്തവർ, അതാണ് സലഫ്. പറഞ്ഞ മനസ്സിലായില്ല? ഖലഫ് എന്ന് പറഞ്ഞാൽ അർത്ഥം നോക്കിക്കോ. മൻ ഒരുവനാകുന്നു, ഖാലഫ അവൻ എതിര് കാണിച്ചു. എതിര് കാണിക്കാന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് തോന്നുന്നു. എന്തിന്? തരീഖത്തൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഴിക്ക് എതിര് നിന്നവൻ. ഏത് കാര്യത്തിൽ? ഫീ ബാബിൽ അഖാഇദി, വിശ്വാസപരമായ കാര്യങ്ങളിൽ. അപ്പൊ ഇസ്ലാമിന്റെ വിശ്വാസപരമായ കാര്യങ്ങൾ ഇന്നതൊക്കെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. സലഫുകൾ എന്ത് ചെയ്തു? അത് അങ്ങനെ തന്നെ വിശ്വസിച്ചു. ഖലഫുകളോ ഓപ്പോസിറ്റ്. അതായത് നബി പറഞ്ഞ പോലെ എന്ത് ചെയ്തില്ല? വിശ്വാസപരമായ കാര്യങ്ങളെ സ്വീകരിച്ചില്ല. അവർക്ക് തോന്നിയ പോലെ അവരാക്കിയിട്ട് അതിനെ അവർ ഫോളോ ചെയ്തു. അവർക്ക് പറയുന്ന പേരാണ് ഖലഫ്. അപ്പൊ നമ്മൾ ഇത്തിബാ ചെയ്യേണ്ടതാണ് സലഫിനെയോ ഖലഫിനെ? സലഫിനെ. ഖലഫിനെ ഇത്തിബാ ചെയ്യാൻ പാടില്ല. ഖലഫുകൾക്ക് ചില ഉദാഹരണങ്ങൾ എഴുതിക്കും. ഒന്ന് ഖവാരിജ്. ഖവാരിജ്. രണ്ടാമത്തേത് റാഫിദ. ഇതെല്ലാം പഠിക്കണേ. റാഫിദ. മൂന്നാമത്തേത് ഖദരിയ്യ. ഖദരിയ്യ പഠിക്കേണ്ടതുണ്ട്. നാലാമത്തേത് മുർജിഅ. ഇതെന്തുള്ളതാണ്? ഖലഫുകൾ. വിശ്വാസപരമായ കാര്യങ്ങളിൽ നബിയെ ഫോളോ ചെയ്യാതെ അവനവരുടെ സ്വന്തം രീതിക്കനുസരിച്ചോ അല്ലെങ്കിൽ അവരുടെ നേതാക്കന്മാര് പറയുന്ന പോലെയോ അല്ലെങ്കിൽ അവർക്ക് തോന്നിയ പോലെയോ ആ വിശ്വാസപരമായ കാര്യങ്ങൾ സ്വീകരിച്ചവർ. അതേപോലെ ഖവാരിജികളെ പോലെ, അല്ലെങ്കിൽ റാഫിദ, അല്ലെങ്കിലോ മുർജിഅ, അല്ലെങ്കിൽ ഖദരിയ്യ. അതെന്താണ് ഇതിനെ പറയുന്നത്? അതല്ലാതെ മറ്റൊരു ടീമുണ്ട്. അവര് ബുദ്ധിയെ ഇലാഹാക്കിയവർ എന്ന് പറഞ്ഞാല് അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് പറഞ്ഞാൽ മതിയാവില്ല, അല്ലെങ്കിൽ ഖുർആൻ ഇങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞാലും മതിയാവില്ല. പിന്നെ അവർക്ക് എന്ത് വേണം? ഈ പറഞ്ഞ കാര്യം അവരുടെ ബുദ്ധി അംഗീകരിക്കണം. എന്നാലേ എന്ത് ചെയ്യുള്ളൂ? അതിനെ ഫോളോ ചെയ്യും. അവർക്ക് അഹ്ലുൽ കലാം എന്നാണ് പറയുക. അഹ്ലുൽ കലാം. നോക്കി നോക്കണം. അതെന്താന്ന് നിങ്ങളുടെ ഭാഷയിൽ എഴുതി നോക്കണം. എന്താ അഹ്ലുൽ കലാമിന്റെ പ്രത്യേകത? അവർ നഖലിനേക്കാൾ, അതൊക്കെ അറിയിൽ തന്നെ പഠിച്ചിട്ടുണ്ട്, നഖലിനേക്കാൾ, നഖൽ എന്ന് പറഞ്ഞാൽ ഖുർആൻ ഹദീസ്, നഖലിനേക്കാൾ, നഖൽ എന്ന് പറഞ്ഞാൽ അല്ലാഹ് റസൂലുള്ളാഹ്, നഖലിനേക്കാൾ അഖലിന് പ്രാധാന്യം നൽകിയവർ. എന്താ അഖൽ എന്ന് പറഞ്ഞാൽ? ബുദ്ധി. നഖലിനേക്കാൾ അഖലിന് പ്രാധാന്യം നൽകിയവർ. അപ്പൊ അവർക്ക് ഖുർആൻ ആയത്ത് പോരാ, അല്ലെങ്കിൽ സഹിയായ ഹദീസും പോരാ. അതവർക്ക് വിഷയമേ അല്ല. അവർക്ക് വിഷയം എന്താണ്? അവരുടെ ബുദ്ധിയാണ്. അതനുസരിച്ച് ഒരു കാര്യം അവർക്ക് ബോധ്യപ്പെട്ടാൽ ഓക്കെ, നമ്മൾ സമ്മതിക്കും. ഇല്ലെങ്കിലോ അവരെ തള്ളിക്കളയും. ആരെപ്പോലെ? അഹ്ലുൽ കലാമിന്റെ ഉദാഹരണം എത്തിക്കോ. ഒന്ന് ജഹ്മിയ്യ. പറ്റി എല്ലാം പഠിക്കണം. ഒന്ന് ജഹ്മിയ്യ, മറ്റൊന്ന് മുഅ്തസില.
കേട്ടില്ല മുത്തസില ഇല്ലേ മുത്തസില ഇതെല്ലാം ഓരോ ടീമിന്റെ പേരുകളാണ്. നമ്മളോട് മുജാഹിദ്, സമസ്ത, ഖാദിയാനി, പിന്നെന്താ പറയാ സുന്നി, ഷിയ എന്നൊക്കെ പറയുന്നില്ലേ. അതേപോലത്തെ അഹ്ലുസുന്ന വൽ ജമാഅയിൽ നിന്ന് വിഘടിക്കൽ മീൻസ് സെപ്പറേറ്റ് ആയ ആളുകളുടെ ഗ്യാങ്ങിന്റെ ഗ്രൂപ്പിന്റെ പേരുകളാണ് ഈ പറഞ്ഞ പേരുകൾ. ഗ്യാങ് മനസ്സിലായി സംബന്ധിച്ചോ? ഈ പേരുകളൊക്കെ ചില ആളുകളിലേക്കോ അല്ലെങ്കിൽ ചില ആ കൂട്ടരുടെ വിശ്വാസത്തിലേക്കോ ഒക്കെ ചേർത്ത് പറയുന്ന പേരുകളാണ്. അപ്പൊ എന്താ പറഞ്ഞത്? ഖലഫ് എന്ന് പറഞ്ഞാൽ സലഫിന്റെ ഓപ്പോസിറ്റ്. സലഫ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശ്വാസത്തിലും മറ്റും ഫോളോ ചെയ്യുന്നവർ, അവരാണ് സലഫ്. സഹാബാക്കള്, താബിഈകള്, തബഉ താബിഈകളൊക്കെ, അതായത് അൽ ഖുറൂനുൽ മുഫദ്ദല, അതായത് ഉന്നതമായ 300 കൊല്ലത്തിൽ ജീവിച്ച നമ്മുടെ മുൻഗാമികൾ. ആ സലഫിനെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്ക് എന്ത് പറയുന്നത്? സലഫി എന്ന് പറയുന്നത്. എന്നാൽ സലഫുകൾക്ക് നേരെ എതിരായിട്ടുള്ളവരാണ് ഖലഫുകൾ. മൻ ഖാലഫ طريقة النبي صلى الله عليه وسلم في باب العقائد. ഇതിനോ എഴുതിക്കണേ, നോട്ട്സ് ഞങ്ങൾ ആക്കി കിട്ടോ. നന്നായി, ഇഷ്ടംപോലെ പോയി. എന്താണ് മൻ ഖാലഫ? അറബിക്കത്ത് പഠിച്ചു കൊടുക്കണം. മൻ ഖാലഫ طريقة النبي صلى الله عليه وسلم في باب العقائد. അഖീദയുടെ പ്ലൂറലാണ് അഖായിദ്, വിശ്വാസപരമായ കാര്യങ്ങൾ. ഇപ്പൊ വിശ്വാസപരമായ കാര്യങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗത്തിന് എതിര് നിന്നവരാണ് ഖലഫുകൾ. മനസ്സിലായോ? നമ്മുടെ ഭാഷയിൽ പറഞ്ഞു ഇനിയിപ്പോ ഒരാൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ പറയും പറഞ്ഞു ഖലഫ് എന്ന് പറഞ്ഞാൽ ആരാണ്? മനസ്സിലായത്? ഉദാഹരണത്തിന് അൽ ഖവാരിജികൾ, അതേപോലെ ഖദീരിയാക്കൾ, മുർജിഅക്കാര്, പിന്നെയോ റാഫിദ ഷിയാക്കൾ, അതൊക്കെ എന്തെന്ന് പറയാം. ഈ നാലെണ്ണമാണ് ഉദാഹരണം ഖലഫുകൾക്ക്. അവരൊക്കെ എന്തായി? വിശ്വാസപരമായ കാര്യത്തിൽ അഹ്ലുസുന്നയോട് യോജിക്കാതെ മാറി നിന്ന ഖലഫുകളാണ്. മനസ്സിലായോ? അപ്പൊ സലഫുകളുടെ വിശ്വാസമല്ല അവർക്ക് പല കാര്യത്തിലും ഉള്ളത്, വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ അവരെ ഏത് പുറത്താക്കി? അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ നിന്നും പുറത്താക്കി. അഹ്ലുസുന്ന വൽ ജമാഅത്തിൽ പെടണമെങ്കിൽ നമ്മുടെ വിശ്വാസം ആലപ്പുഴയാവണം, സലഫുകളുടെ വിശ്വാസമാവണം, എന്നാലേ ഇതിൽ പെടുള്ളൂ. അതിൽ പെടാതെ വന്നാൽ അവർ പിന്നെ അഹ്ലുസുന്ന വൽ ജമാഅത്തിലല്ല, ഈ പറഞ്ഞ കൂട്ടക്കാരുടെ കൂടെയായിരിക്കും. ഖവാരിജികൾ, റാഫിദകൾ, മുർജിഅക്കാര്, അതേപോലെ ഖദീരിയാക്കൾ. അവരുടെ കൂട്ടത്തിൽപ്പെട്ട മറ്റൊരു വിഭാഗമാണ് നഖലിനേക്കാൾ അഖലിന് പ്രാധാന്യം കൊടുത്ത അഹ്ലുൽ കലാം. മനസ്സിലായോ? ഫിലോസഫിയുടെ ആൾക്കാർ. ഫിലോസഫി അറിയാം. അവരൊരു തത്വം ഉണ്ടാക്കും, അവരെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചിട്ട് ഒരു പോയിന്റ് ഉണ്ടാക്കും. അതിനനുസരിച്ച് എന്ത് ചെയ്യും? ദീനിന്റെ കാര്യങ്ങളെ വിശദീകരിക്കും. നമ്മളെങ്ങനെ ദീൻ പറയാം? ഖുർആനും ഹദീസും നമ്മളെ മെയിൻ, അത് വെച്ചിട്ടാ പറയാം. ഇവരെന്ത് ചെയ്യും? ഇവരവരെ ബുദ്ധി കൊണ്ട് അസർ ഉണ്ടാക്കും. ഒരു എന്താ പറയാ, ഓർക്കനുസരിച്ചുള്ള ഒരു നിയമം ഉണ്ടാക്കും. ബാക്കി ദീനിന്റെ കാര്യങ്ങളെ ആ നിയമത്തിനനുസരിച്ച് അവരെന്ത് ചെയ്യും? വ്യാഖ്യാനിക്കും. മനസ്സിലായോ? അതാണ് അഹ്ലുൽ കലാം. അതിന് പ്രധാനികളാണ് ആര്? മുഅ്തസിലിയാക്കളും ജഹ്മിയാക്കളും, ഈ രണ്ട് ടീം. പിന്നെ അശ്അരികൾ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? അശ്അരികൾ, അതൊക്കെ അതിൽപ്പെട്ടതാണ്. ഇതാണ് ഖലഫുകൾ എന്ന് പറഞ്ഞാൽ. അപ്പൊ സലഫാരെന്ന് മനസ്സിലായി, ഖലഫാരെന്ന് മനസ്സിലായി. നിഹാദ് മനസ്സിലായോ? എന്ത് Salaf in the opposite Khalaf.
ഖലഫ് എന്ന് പറഞ്ഞാൽ നബി പറഞ്ഞതല്ലാതെ വേറെ ഒരു രീതി സ്വീകരിക്കുന്ന ആളാണ്. അത് നമുക്കതിന് അനുവാദമില്ല. പ്രത്യേകിച്ച് വിശ്വാസപരമായ കാര്യത്തിൽ അനുവാദമേ ഇല്ല. അഹ്ലുസുന്ന വൽ ജമാഅനെ ഫോളോ ചെയ്യുന്ന ആൾക്കാരായിരിക്കണം നമ്മൾ. ഈ പറയപ്പെട്ട ആളുകളും അതേപോലെ തന്നെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് നോക്കൂ. ഒന്നാമത്തത് ആരാണ്? ഖവാരിജ്. എന്താ ഖവാരിജ് എന്ന് പറഞ്ഞാൽ? വേണ്ട, അതിപ്പോ നിങ്ങൾക്ക് ദഹിക്കൂല. കുറച്ച് മുമ്പോട്ട് പഠിച്ചു പോകുമ്പോൾ ഏകദേശം ഒരു പുസ്തകം കിട്ടും, അന്നേരം പറയാം. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പൊ ദഹിക്കൂല. ഇപ്പൊ ഇത് മനസ്സിലാക്കി വെക്കുക. ഈ പറയപ്പെട്ട ടീമുകളൊക്കെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട ടീമുകളാണ്. എന്തുകൊണ്ടാണ് പുറത്താക്കി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എതിരായിട്ട്, തങ്ങളുടെ വഴിക്ക് എതിരായിട്ട്, തങ്ങൾ കാണിച്ച മാർഗത്തിന് എതിരായിട്ടുള്ള മാർഗമാണ് വിശ്വാസപരമായ കാര്യത്തിൽ അവര് സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഓക്കെ. അതേപോലെ നഖലിനേക്കാൾ അതാണ് നഖല്. നഖലിനേക്കാൾ അവർ അവരുടെ അഖലിന് പ്രാധാന്യം കൊടുത്തു. അവരാണ് അഹ്ലുൽ കലാം. അവരും അഹ്ലുസുന്ന വൽ ജമാഅത്തിൽ നിന്ന് പുറത്താണ്. ഓക്കെ. അപ്പം നമ്മൾ അഹ്ലുസുന്ന വൽ ജമാഅത്തിൽപ്പെട്ട ആളാണ് എന്ന് പറയുമ്പോ നമുക്കുണ്ടാവേണ്ട ഒന്നാമത്തെ ക്വാളിറ്റി എന്ന് പറഞ്ഞത് വിശ്വാസപരമായ കാര്യത്തിനും മറ്റും സലഫുകളെ മാത്രം ഫോളോ ചെയ്യുന്നവനായിരിക്കണം. ഇല്ലെങ്കിൽ അവന് അഹ്ലുസുന്ന വൽ ജമാഅ എന്ന് പറയില്ല. അങ്ങനെ പറയൂലെങ്കിൽ ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒന്നിൽപ്പെട്ടവനായിരിക്കും അവൻ. മനസ്സിലായോ? ഈ പറഞ്ഞ ആൾക്കാരുടെ വാദങ്ങളിൽ എന്തെങ്കിലും ഒന്ന് ഓനുണ്ടാവും. അങ്ങനെ വന്നാൽ ഒരിക്കലും അവന് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല. എന്തുകൊണ്ട്? അഹ്ലുസുന്ന വൽ ജമാഅത്തിൽപ്പെട്ടവൻ മാത്രമേ സ്വർഗത്തിൽ പോകൂ. ഒരു ഹദീസ് എഴുതിക്കോ. അറബി എഴുതോ? എഴുതണ. നല്ല ഓർഡർ ആയിട്ട് ഇംഗ്ലീഷ് ആക്കിക്കൊണ്ടോ പറഞ്ഞൊക്കെ എഴുതിക്കോ. അൻ അബീ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم كل أمتي يدخلون الجنة. ഇതാണ് സ്ഥലത്ത്. ഓക്കെ, എന്റെ മത്തിന് പറയാൻ പോവാണ്. كل أمتي يدخلون الجنة إلا من أبى إلا من أبى
أمتي يدخلون الجنة إلا من أبى. قالوا يا رسول الله ومن يأبى ومن يأبى ومن يأبى. قالوا يا رسول الله ومن يأبى. قال من أطاعني دخل الجنة. قال ومن أطاعني دخل الجنة ومن عصاني فقد أبى. ومن عصاني فقد أبى. رواه البخاري. رواه البخاري. ماذا؟ نقرأ عن البخاري. عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم كل أمتي يدخلون الجنة إلا من أبى. قالوا يا رسول الله ومن يأبى؟ قال من أطاعني دخل الجنة ومن عصاني فقد أبى. അർശോ ഭയങ്കര ഭയങ്കര അർശ്. ഓ അതാരട്ടെ മുമ്പിട്ടുള്ള പേര് ഒരു ഗ്ലാസ് തണുത്തു ഒന്ന് വായിച്ചു ഞാൻ ഉമ്മത്തിൻ എന്നല്ല ഉമ്മത്തി എന്റെ സമുദായം. من أطاعني دخل الجنة ومن عصاني فقد أبى. رواه البخاري. നമ്മളെ സാമവായ മുമ്പ് പേരെന്താ? ലുഹൈൽ. يدخلون الجنة إلا من أبى. قالوا يا رسول الله ومن يأبى؟ قال
مثال عليكم السلام. عن أبي هريرة أيضا عند قال عن أبي هريرة رضي الله عنه قال قال رسول الله كل أمتي يدخلون الجنة إلا من أبى قال يا رسول الله ومن يأبى قال من أطاعني أطاعني دخل الجنة ومن عصاني فقد أبى رواه البخاري. ശരിയായി പുള്ളിയില്ല മുടിയനോ വിശേഷമാണ് എന്റെ പേരെന്താ ഷാഹിദ് പുള്ള എഴുതാത്തത് കൊണ്ടല്ല വായിക്കാതെയാത്തോണ്ട നിഹാലെ വായിക്കുവാനെ പഠിപ്പിച്ചോളൂ കേൾപ്പിച്ചോളൂ വായിക്കും عن أبي هريرة رضي الله عنه أبو هريرة رضي الله عنه ريبورت ചെയ്യുന്നു വിശു പറഞ്ഞേ قال رسول الله صلى الله عليه وسلم നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കന്നഡയിൽ പറഞ്ഞാൽ എഴുതുന്നു കുല്ലു ഉമ്മത്തി എന്റെ ഉമ്മത്തിൽ എല്ലാവരും കുല്ല് എന്ന് പറഞ്ഞാൽ എല്ലാം എന്നർത്ഥം ഉമ്മത്തി എന്ന് പറഞ്ഞാലോ എന്റെ സമുദായം ഉമ്മത്തി എന്റെ സമുദായം അപ്പൊ എന്റെ സമുദായത്തിൽ എല്ലാവരും യദ്ഖുലൂന അവർ പ്രവേശിക്കും എന്റെ സമുദായത്തിൽ എല്ലാവരും ഇംഗ്ലീഷ് പറഞ്ഞേ all of my ummah my people യദ്ഖുലൂന അവർ പ്രവേശിക്കും they will enter അൽജന്ന സ്വർഗ്ഗത്തിൽ അപ്പൊ ഒറ്റ വാക്കിൽ എന്താ അർത്ഥമായി എന്റെ സമുദായത്തിൽപ്പെട്ട എല്ലാവരും സ്വർഗത്തിൽ പ്രവേശിക്കും ഇല്ലാമൻ ഒരാൾ ഒഴികെ ഇംഗ്ലീഷ് എന്താ പറയും ഒരാൾ ഒഴികെ അബ അവൻ വിസമ്മതിച്ചു എന്താ വിസമ്മതിക്കാൻ പറഞ്ഞാൽ അംഗീകരിക്കാതിരിക്കുക ഫോളോ ചെയ്യാതിരിക്കുക അക്സെപ്റ്റ് ആകാതിരിക്കുക എങ്ങനെ പറയും അവൻ വിസമ്മതിക്കുക അബ അതായത് ഉദാഹരണം പറയാം ഞാന് റിജക്ട് ചെയ്യും അതൊക്കെ അബ ഇപ്പൊ ഞാനിപ്പം മോളെ ഇവനില്ലേ ആ മെനിഞ്ഞ ചെക്കനില്ലേ മുനിഷ്ഠാനെ എന്താണ് പേര് മെനിഞ്ഞ് മുഹമ്മദ് മെനിഞ്ഞ ഇവന് മനസ്സിലാവില്ലല്ലോ കാരണം ഇവനും മെനിഞ്ഞല്ലേ ഞാൻ മുഹമ്മദിനോട് പറഞ്ഞു മുഹമ്മദ് നീ ഗ്ലാസ് ഒന്നും എടുത്തേ ഓൻ പറഞ്ഞു ഞാൻ എടുക്കൂല അതാണ് അബ മനസ്സിലായോ
ഇല്ലാ മൻ അബാ, വിസമ്മതിച്ചവൻ ഒഴികെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, എന്റെ സമുദായത്തിൽ എല്ലാവരും സ്വർഗ്ഗത്തിൽ പോകും, ഒരാളൊഴികെ. എന്താ അവന്റെ പ്രത്യേകത? അബാ, അവൻ വിസമ്മതിച്ചിരിക്കുന്നു. ഖാലു, ഇത് കേട്ടപ്പോ സഹാബാക്കൾ ചോദിക്കാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിസമ്മതിക്കുക എന്നത് സഹാബാക്കൾക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല, അവർക്ക് അത് ആലോചിക്കാനേ പറ്റില്ല. അവിടെ അവർ അത്ഭുതത്തോടെ ചോദിക്കാണ്, ആരാണ് വിസമ്മതിക്കുക? അങ്ങനെ സ്വർഗത്തിൽ പോവാണ്ടിരിക്കാൻ ആരാ അങ്ങനെ ചെയ്യുക? അവർ അത്ഭുതത്തിലാണ് ചോദിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂലേ, ആരാണ് വിസമ്മതിക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അതാഅനി ദഖലൽ ജന്ന. മൻ, ആര് അതാഅനി, എന്നെ അനുസരിച്ചുവോ. അനുസരിക്കൽ എന്താ പറയാ? അഗ്രി. മൻ അതാഅനി, എന്നെ ആര് അനുസരിച്ചുവോ ദഖലൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു. മുഹമ്മദ് എന്താ എഴുതുന്നത്? മലയാളം ശരിയോ? അത് ചോദിച്ചിട്ട് മനസ്സിലാക്കണോ? ഗ്രൂപ്പിൽ ചർച്ച ചെയ്യുന്നുണ്ട് നിങ്ങൾ? പിന്നെ ഗ്രൂപ്പ് പഠിക്കുന്ന കുട്ടികൾ എങ്ങനെയാ? ഗ്രൂപ്പിൽ ചർച്ച ചെയ്യണം. ഇത് ക്ലാസ് കേട്ട് കഴിഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായ കാര്യം നിങ്ങൾ ഒരാളെ പഠിപ്പിക്കുന്ന പോലെ ഗ്രൂപ്പിൽ ഒരു വോയിസ് അയക്കണം, അടുത്താളും അയക്കണം, സംശയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് പറഞ്ഞു കൊടുക്കണം. അതിനല്ലേ ഗ്രൂപ്പ് വെറുതെ കാണാൻ. ഞാനൊക്കെ പ്രസംഗിക്കാൻ പറ്റിയ ചാൻസ് എനിക്ക് മനസ്സിലായത് എന്താന്ന് വെച്ചാൽ വോയിസ് ഇടുക. അങ്ങനെ ചർച്ച ചെയ്യണം, പഠിക്കണം. ഒരു 2-3 മാസം ക്ലാസ് കഴിയുമ്പോഴേക്കും നമ്മുടെ കൈകളിൽ കുറച്ച് ഇരുന്ന് കിട്ടണം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അതാഅനി, മൻ, ആര്, അതാഅ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അനുസരിച്ചു. നീ എന്നെ. മൻ അതാഅനി, എന്നെ ആര് അനുസരിച്ചുവോ ദഖലൽ ജന്ന, എന്ത് ചെയ്തു? സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു. വമൻ അസാനി, അതാഅന്റെ ഓപ്പോസിറ്റ് വേർഡാണ് അസാ. എന്താർത്ഥം? അനുസരണ കേട് കാണിക്കുക എന്ന് പറഞ്ഞാൽ ആര് അസാനി, എനിക്ക് എതിര് കാണിച്ചുവോ ഫഖദ് അബാ, അവനാണ് വിസമ്മതിച്ചവൻ. ഹദീസിന്റെ അർത്ഥം മനസ്സിലായോ? നമ്മൾ നോക്കിക്കോ. عن أبي هريرة رضي الله عنه قال, أبو هريرة رضي الله عنه പറയുന്നു, قال رسول الله صلى الله عليه وسلم, رسول الله صلى الله عليه وسلم പറഞ്ഞു, كل أمتي, എന്റെ സമുദായത്തിൽപ്പെട്ട എല്ലാവരും യദ്ഖുലൂനൽ ജന്നത, അവർ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും, ഇല്ലാ മൻ അബാ, വിസമ്മതിച്ചവൻ ഒഴികെ. ഖാലു, സഹാബാക്കൾ ചോദിച്ചു, യാ റസൂലല്ലാഹി, ഓ റസൂലേ, വമൻ യഅബ, ആരാണ് വിസമ്മതിക്കുക? ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അതാഅനി, ആര് എന്നെ അനുസരിച്ചുവോ ദഖലൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു. വമൻ അസാനി, ആരെനിക്ക് എതിര് കാണിച്ചോ ഫഖദ് അബ, അവനാണ് വിസമ്മതിച്ചവൻ, അല്ലെങ്കിൽ എതിര് കാണിച്ചവൻ. മനസ്സിലായോ? അപ്പോ ഈ ഒറ്റ കൂട്ടർ, അതായത് ഇതാഅത്ത് ചെയ്തവൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഫോളോ ചെയ്തവൻ, അഥവാ അഹ്ലുസുന്ന വൽ ജമാഅത്തിൽപ്പെട്ടവൻ മാത്രമേ എവിടെ പോകും? സ്വർഗ്ഗത്തിൽ പ്രവേശിക്കൂ. അഹ്ലുസുന്ന വൽ ജമാഅത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് പുറത്തായിട്ടുണ്ടെങ്കിൽ അതെന്തായിരിക്കും ആ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്ന ഒരു കാര്യത്തിനോടുള്ള വിയോജിപ്പ്, അസാനി, അത് അംഗീകരിക്കാൻ കഴിയില്ല. എന്താ അംഗീകരിക്കാൻ പറ്റാത്തത്? ഒന്നെങ്കിൽ ഈ പറയപ്പെട്ട ഏതെങ്കിലും ടീമിൽപ്പെട്ടവനായിരിക്കും, ഖവാരിജായിരിക്കും, അല്ലെങ്കിൽ ഖദീരിയകളിൽപ്പെട്ടതായിരിക്കും, അതല്ലെങ്കിൽ റാഫിദയായിരിക്കും, ഷിയ,
അല്ലെങ്കിലോ മുർജിഅക്കാരനായിരിക്കും, അല്ലെങ്കിൽ അഹ്ലുൽ കലാമായിരിക്കും. ബുദ്ധിയായിരിക്കും പോലെ ദൈവം, നഖല് പോലെ ഖുർആനും ഹദീസും പോലെ അവന്റെ ബുദ്ധി സംബന്ധിച്ചാലേ ഓ വിശ്വസിക്കൂ. അങ്ങനെ എന്തെങ്കിലും കാര്യം കൊണ്ട് മാറി നിന്നവനാണ് വമൻ അസാനി ഫഖദ് അബാ. മനസ്സിലായോ? വിസമ്മതിച്ചവൻ. അവർ ഒരിക്കലും സ്വർഗത്തിൽ പോകുന്ന പ്രശ്നമേ ഇല്ല. ഓക്കെ, അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു ഇതുവരെ? അഖീദ എന്താന്ന് പറഞ്ഞു, പിന്നെ അഖീദന്റെ മീനിങ് പറഞ്ഞു, അഖീദയുടെ വ്യത്യസ്ത പേരുകൾ പറഞ്ഞു. അഖീദ, നമ്മുടെ അഖീദ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദയാണെന്ന് പറഞ്ഞു. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ സുന്നത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ജമാഅത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സഹാബാക്കളാണ്. അപ്പൊ അഹ്ലു അർത്ഥ കൂട്ടർ, ആളുകൾ, നബിയുടെയും സഹാബാക്കളുടെയും ആളുകൾ എന്നാണ് ഇതിന്റെ അർത്ഥം. അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ പെടണമെങ്കിൽ സലഫുകളെ ഫോളോ ചെയ്യുന്നവൻ ആവണം. അപ്പൊ ആരാണ് സലഫ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നന്മയിൽ ഫോളോ ചെയ്ത മുൻഗാമികൾക്ക് പറയുന്ന പേരാണ് സലഫ്, അഥവാ സഹാബാക്കളും താബിഈങ്ങളും തബഉ താബിഈങ്ങളും. ഇവരാണ് സലഫ്. ഈ സലഫുകളെ ഫോളോ ചെയ്യുന്നവർക്ക് പറയുന്ന പേരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ അഥവാ സലഫി. മനസ്സിലായോ? വിശ്വാസപരമായ കാര്യങ്ങളിൽ അഹ്ലുസുന്ന വൽ ജമാഅത്തിനെ ഫോളോ ചെയ്യുന്നവർക്ക് അടിസ്ഥാനപരമായി 3 അസ്ലുകളുണ്ട്. ആ അസ്ല് നമ്മൾ പറഞ്ഞു, 3 കാര്യങ്ങൾ. ഈ സലഫുകൾക്ക് എതിരായിട്ടുള്ളവർക്ക് പറയുന്ന പേരാണ് ഖലഫ്. ഐ മൻ ഖാലഫ ത്വരീഖത നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ബാബിൽ അഖ്വാലിഹി. അതാണ് ഖലഫ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശ്വാസപരമായി നമുക്ക് കാണിച്ച മാർഗത്തിൽ നിന്ന് മാറി നിൽക്കുന്നവർ, ഇതാണ് ഖലഫ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ആ ഖലഫിനെ ഫോളോ ചെയ്യുന്നത് എന്ന് പറയും ഖലഫി. മനസ്സിലായോ? സലഫിനെ ഫോളോ ചെയ്യുന്നവൻ സലഫി, ഖലഫിനെ ഫോളോ ചെയ്യുന്നവൻ ഖലഫി. അപ്പൊ ഖവാരിജികൾ ആരാണ്? ഖലഫിയാണ്. ഷിയാക്കൾ ഖലഫിയാണ്. ഖദരിയാക്കൾ ഖലഫിയാണ്. സലഫിയാവണം, ഖലഫി ആയിക്കൂടാ. തിരിഞ്ഞോ? അഥവാ ഈ ഖലഫികളിൽപ്പെട്ടാൽ, അല്ലെങ്കിൽ ഈ പറയപ്പെട്ട ഖലഫുകൾക്ക് ഉദാഹരണമാണ് നമ്മൾ ഈ പറഞ്ഞ ടീമുകൾ. ഇതെല്ലാം ഓരോ ഗ്രൂപ്പുകളുടെ പേരാണ്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഗ്രൂപ്പുകളുടെ പേരാണ്. പുറത്താവാൻ എന്താണ് കാരണം? അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഫോളോ ചെയ്തില്ല, അല്ലെങ്കിൽ സലഫുകളെ പരിഗണിച്ചില്ല, നോക്കിയില്ല. മനസ്സിലാകുന്നുണ്ടോ? അല്ലെങ്കിൽ ഖുർആനും ഹദീസും സലഫുകളുടെ ഫഹ്ം അനുസരിച്ച് മനസ്സിലാക്കിയില്ല. അവരെന്ത് ചെയ്തു? അവരുടെ സ്വന്തം ചിന്ത അനുസരിച്ച് മനസ്സിലാക്കി. അവരിഷ്ടമുള്ള പോലെ വ്യാഖ്യാനിച്ചു, അവരിഷ്ടമുള്ള പോലെ വിശദീകരിച്ചു. അപ്പൊ അഹ്ലുസുന്ന വൽ ജമാഅത്ത് പുറത്തായി. അതല്ലെങ്കിൽ അഹ്ലുൽ കലാമിൽപ്പെട്ടവരായി. അവരാരാ? നഖലിനേക്കാൾ അഖലിന് പ്രാധാന്യം കൊടുക്കുന്ന, ബുദ്ധിയെ പരിഗണിക്കുന്ന ആളുകൾ. ബുദ്ധിയെ പരിഗണിച്ചുകൊണ്ടല്ല ഇസ്ലാം സ്വീകരിക്കേണ്ടത്, മറിച്ച് നഖലിനെ പരിഗണിച്ചു. നഖൽ എന്ന് പറഞ്ഞാൽ ഖുർആനും ഹദീസും. ഓക്കെ, അപ്പൊ ഈ അഹ്ലുസുന്ന വൽ ജമാഅത്തിൽ പെട്ടാൽ മാത്രമേ ഒരു മനുഷ്യന് സ്വർഗത്തിലെത്താൻ സാധിക്കുകയുള്ളൂ. അതിന് യാതൊരു സംശയവുമില്ല. എന്താ തെളിവ്? ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി റിപ്പോർട്ട് ചെയ്ത ഈ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കുല്ലു ഉമ്മതി യദ്ഖുലൂന അൽ-ജന്നത ഇല്ലാ മൻ അബാ. എല്ലാവരും സ്വർഗ്ഗത്തിൽ പോകും, ഒരാൾ അബ, അവൻ വിസമ്മതിച്ചു, അഥവാ നബിയുടെ മാർഗത്തിന് എതിരായിരുന്നു. സഹാബാക്കൾക്ക് അത്ഭുതമായി. ആരാ റസൂലുള്ളാഹിക്ക് എതിരായിട്ട് നിൽക്കുക? ആരാ സ്വർഗ്ഗത്തിൽ പോകാൻ നിൽക്കുക? അവർ ചോദിച്ചു, യാ റസൂലുള്ളാഹി വമൻ യഅബ. അപ്പൊ പറഞ്ഞു, മൻ അതാഅനി, ആര് എന്നെ അനുസരിച്ചുവോ ദഖലൽ ജന്ന. ഒരു അഹ്ലുസുന്നത്ത് ബന്ധപ്പെട്ടവനാണ് സ്വർഗ്ഗത്തിൽ പോകും. വമൻ അസാനി, ആരാണോ എനിക്ക് എതിര് കാണിച്ചത് ഫഖദ് അബ, അവനാണ് അബ എന്ന് പറഞ്ഞത്, വിസമ്മതിച്ചത്. ഒരിക്കലും സ്വർഗ്ഗത്തിൽ പോകില്ല. തിരിഞ്ഞല്ലോ? ഒന്നാമത്തെ പാർട്ടി കഴിഞ്ഞു. ഈ അഹ്ലുസുന്ന വൽ ജമാഅ ഇസ്ലാമിനെ അല്ലെങ്കിൽ ദീനിനെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് 3 മർത്തബകളിലായിട്ടാണ്, 3 സ്റ്റേജുകളായി ഇസ്ലാം. അപ്പൊ എന്ത് പേര് പറയാം? മറാത്തിബുദ്ദീൻ. അതാണ്
കുറെ മുടിയന്മാരായോ അവർക്കെല്ലാം മനസ്സിലാവുന്നതാ. നീ ആരോ പറയാൻ മനസ്സിലാവും. എന്റെ കഴുത്തിൽ മാലയുണ്ടാ? പിന്നെ ആരോ കഴുത്തിൽ മാല കേട്ടില്ല. ഒരാൻ പറയണേ ഞാൻ തിരുവനന്തപുരം ശാപം മറാത്തിബുദ്ദീൻ. മർത്തബയുടെ ചോറിലാണ് മറാത്ത്. മർത്തബ സ്റ്റേജ് ഒരു എന്താ പറയാ സ്റ്റെപ്പ്. ദീൻ എന്നുകൊണ്ട് ഉദ്ദേശം എന്താ? മതം എന്ന് നിങ്ങൾ പറയുന്നുണ്ടോ നമ്മുടെ ഭാഷയിൽ? ഇസ്ലാം മതം മതം എന്ന് പറയുന്നു. മനസ്സിലാകുന്നു? ഇസ്ലാമിനെ പറഞ്ഞതിനെ കൊണ്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷെ നമ്മുടെ സലഫികൾ മതം എന്ന് ഇസ്ലാമിനെ പരിചയപ്പെടുത്തരുത്. എന്താ കാരണം? ഇസ്ലാം അല്ലാത്ത മതങ്ങൾ ഒരുപാടുണ്ട് അല്ലേ? പക്ഷെ അതൊക്കെ ചില ആളുകൾ അവരുടെ ചിന്തകളും അവരുടെ ഈ സിനിമക്കാര് കഥ എഴുതുന്നില്ല. സിനിമ കാണുന്നുണ്ടോ ഇന്നാലെ? ഇല്ലേ? നല്ല മോനാണല്ലോ. കാണാൻ പറ്റാത്തോണ്ട കിട്ടാത്തോണ്ട ആരൊക്കെ കാണുന്ന സിനിമ? തിയേറ്ററിൽ പോയിട്ട് ആരും സിനിമ കണ്ടിട്ടുണ്ട്? സിനിമ ടാക്കീസ് ആരും പോയിട്ട് ഇല്ല. നമ്മൾക്ക് അങ്ങനെ ഇല്ല അല്ലേ? അതെയാ ആരും കാണാത്തോണ്ട് കൂട്ടിയതാ. അപ്പൊ അതിന് സ്റ്റോറി ഉണ്ടാവും. ആ സ്റ്റോറിയൊക്കെ സത്യം പിന്നെ ക്രിയേറ്റ് ചെയ്താണ്. അതാണ് മതങ്ങൾ. സത്യമല്ല ഹിന്ദു മതം, ക്രിസ്തു മതം, ജൂതന്മാരത് ഏതാണെങ്കിലും സത്യമല്ല. അത് ഏതോ ഒരാൾ ക്രിയേറ്റ് ചെയ്തതാണ്. അയാളുടെ ചിന്ത. അയാൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ കഞ്ചാവ് അടിച്ചിട്ടുണ്ടല്ലോ, അപ്പൊ ഇങ്ങനെ എന്തെല്ലോ മനസ്സിൽ വരും, എഴുതി വെക്കും. അതാണ് മതങ്ങൾ. അത് സത്യമില്ല. സത്യം ഉണ്ടെങ്കിൽ അത് തെളിയിക്കാൻ പറ്റണം. സത്യമാണെങ്കിൽ തെളിയിക്കാൻ പറ്റണം. ആളുകളോട് പറഞ്ഞ് തെളിവ് സഹിതം അത് അവർക്ക് അംഗീകരിക്കാൻ പറ്റണം. എന്നാലേ എന്ത് പറയുള്ളൂ? സത്യം ഹക്കാണെന്ന് പറയാൻ പറ്റുള്ളൂ. എന്തുകൊണ്ടറിയാം? ഇസ്ലാമല്ലാത്ത മറ്റേതും ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ട്. അത് സ്റ്റാർട്ടായതിന് മുമ്പും ആൾക്കാർ ജീവിച്ചിരുന്നു. അപ്പൊ അവരുടെ മതം ഏതാ? നമുക്ക് മനസ്സിലായോ? അപ്പൊ അത് പുതുതായിട്ടുണ്ടായതാ, പിന്നീട് ആരോ ഉണ്ടാക്കിയതാ. എന്താണ് ഇസ്ലാമോ? അതിന്റെ വീട് ദീനേതാ? ആദ്യത്തെ മനുഷ്യരാണ്. അപ്പൊ പ്രപഞ്ചത്തിന്റെ തുടക്കം മുതലുള്ള ദീനാണ് ഇസ്ലാം. അതുകൊണ്ട് മതങ്ങളുടെ കൂട്ടത്തിൽ ഇസ്ലാമിനെ കൂട്ടിക്കൂടാ. മനസ്സിലായോ? മതം ഇങ്ങനെ ആളുകൾ ഉണ്ടാക്കിയതാണെങ്കിൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച റബ്ബ് ആ പ്രപഞ്ചത്തിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് അവരുടെ ലക്ഷ്യത്തിലെത്താനായി ഉണ്ടാക്കിയ ഒരു ജീവിത സംഹിതിയാണ്. സംഹിതി എന്നൊക്കെ പറഞ്ഞാൽ എന്താ പറയാനുള്ള ഭാഷ? ഇംഗ്ലീഷിൽ എന്താ പറയാ? ഒരു മനുഷ്യൻ ഭൂമിയിൽ മരിക്കുന്നത് വരെ എങ്ങനെ ജീവിക്കണം? അത് പറയാം. ലൈഫ് സ്റ്റൈൽ. അത് പറയാം. ലൈഫ് സ്റ്റൈൽ. അതാണ് ദീൻ. അതാണ്. അപ്പൊ ഈ മതം എന്ന് പറഞ്ഞിട്ടുള്ള അത് എന്ത് തൊട്ടുണ്ട്? ആ പ്രപഞ്ചത്തിന്റെ തുടക്കം തൊട്ടുണ്ട്. എവിടം വരെ ഉണ്ട്? ഖിയാമത്ത് നാൾ വരെ. അതുകൊണ്ട് എന്തിൽപ്പെടുത്തിക്കൂടാ? മതങ്ങളുടെ കൂട്ടത്തിൽ പെടുത്തിയിട്ട് ഇസ്ലാം മതം എന്ന് പറയാതിരിക്കുക. മറിച്ച് എന്ത് പറയാ? ദീനുൽ ഇസ്ലാം. മനസ്സിലായോ? അത് മാത്രമേ അള്ളാഹു പരിഗണിച്ച ദീനുള്ളൂ.
മനുഷ്യനെ സൃഷ്ടിച്ച റബ്ബ് പരിഗണിക്കുന്ന ദീന ഇൻദല്ലാഹി അൽ ഇസ്ലാം. അള്ളാഹുവിന്റെ അടുക്കൽ ദീൻ എന്ന് പറഞ്ഞാൽ എന്തേ ഉള്ളൂ? ഇസ്ലാം മാത്രമേ ഉള്ളൂ. വേറൊന്നും അള്ളാഹുവിന്റെ അടുത്ത് ദീനല്ല. ആ ദീൻ 3 മർത്തബകളിലായിട്ടാണ്. മനസ്സിലായോ? അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പാണ് അൽ ഇസ്ലാം, അൽ മർത്തബത്തുൽ ഊല, അല്ലെങ്കിൽ 1. അൽ ഇസ്ലാം. അപ്പൊ ഒരു മനുഷ്യൻ ആദ്യമായി കയറി നിൽക്കേണ്ട സ്റ്റെപ്പാണ് ഇസ്ലാം. അങ്ങനെ ഇസ്ലാം ആകുന്ന ആൾക്ക് പറയുന്ന പേരാണ് മുസ്ലിം. ഒരാൾ ആദ്യം ആവേണ്ടത് മുസ്ലിമാണ്. ഇസ്ലാം, മുസ്ലിം. എത്ര ദീനത്തിലുണ്ട്? 3. 1 അൽ ഇസ്ലാം. എന്താ ഇസ്ലാം എന്ന് പറഞ്ഞാൽ? എപ്പോഴാണ് ഒരു മനുഷ്യൻ മുസ്ലിം ആവുക? മൂന്ന് കാര്യങ്ങൾ ചെയ്യുക. ഒരാൾ എപ്പോഴാണ് മുസ്ലിം ആവുക? 3 കാര്യങ്ങൾ ചെയ്യുക. ഏതൊക്കെയാണ്? പിന്നെ മാർക്കറിയില്ല, മുറിക്കണ്ടേ? എന്താ പറയാ? സുന്നത്തേന്നോ? ഉച്ചമാവോ? സൈബുമാർക്ക് മുറിക്കാൻ നോക്കി. നിഹാലിന്റെ പേരെടുത്താലോ? അവിടെ 3 കാര്യങ്ങളാണ്. ഇസ്ലാമിന്റെ അർത്ഥം, ഇസ്ലാമിന്റെ ഒന്നാമത് ലുഗത്തൻ. നമ്മൾ മുമ്പ് പറഞ്ഞു ഓർമ്മയുണ്ടോ? എന്തിന്റെ അർത്ഥം ലുഗത്തൻ പറഞ്ഞ്? അതേപോലെ ലുഗത്തൻ ഭാഷയിൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അർപ്പണം, അർപ്പണം, അർപ്പിക്കൽ. എന്താ ഇംഗ്ലീഷ് പറയാ? സറണ്ടർ. അള്ളാന്റെ മുമ്പിൽ നമ്മളങ്ങ് കൊടുക്കുക. അതാണ് ഇസ്ലാം എന്ന് പറയുന്നത്. എന്താണ്? സബ്മിഷൻ. അതന്നെ. അതായത് നമുക്ക് ഒരു അഭിപ്രായമില്ല, ഒരു തീരുമാനമില്ല, ഒന്നുമില്ല. എല്ലാവരും പറയുന്ന പോലെ അതാണ് ഇസ്ലാം. അങ്ങനെ ആകാത്ത ആൾക്ക് മുസ്ലിമാകാൻ പറ്റില്ല. എനിക്ക് ഞാൻ പറയും പോലെ വേണം, എന്റെ ഇഷ്ടം ഇങ്ങനെ, എനിക്ക് ഈ ഒഴിക്കുന്ന പോകണം. മുസ്ലിമായിട്ട് തന്നെ പോകാൻ പറ്റില്ല. അങ്ങനെ പോകണമെങ്കിൽ എന്താവേണ്ടി വരും? മെമ്പർഷിപ്പ് കട്ടാക്കേണ്ടി വരും. അപ്പൊ ഒന്നാമത്തെ വാക്കർത്ഥം സബ്മിഷൻ. മറ്റൊരർത്ഥമുണ്ട്. എന്താണ്? സമാധാനം, പീസ്. പീസ് എന്താ പറയാ? പീസിന് സ്പെല്ലിംഗ് പീസിന് സ്പെല്ലിംഗ് സമാധാനം. അതും ഇസ്ലാം എന്ന് പറഞ്ഞ വാക്കിന്റെ ഭാഷാപരമായ അർത്ഥമാണ്. ഇത് രണ്ടും, ഈ 2 മുഖവും ഇസ്ലാമിലുണ്ട്. ഒരു മനുഷ്യന് സമാധാനം കിട്ടുന്നത് എപ്പോഴാണ്? കുരുത്തക്കേട് കാണിക്കാണ്ടിരിക്കുമ്പോൾ. തെറ്റ് ചെയ്താലല്ലേ ഒരു ടെൻഷനാവുക. നിഹാല്
പുസ്തകം അറിയാണ്ട് എന്ത് ചെയ്തു കാവലിപ്പെട്ട് 200 മില്യൺ കഴിച്ചില്ല. ഭയങ്കര ഹാപ്പി ഉണ്ടാവും. പിന്നെ മനസ്സിലാവും. അറിയോ നാട്ടുകാരറിയോ കിട്ടോ ഉണ്ടാവോ ടെൻഷനായിരിക്കും. എന്ത് തെറ്റാതെ ചെയ്താലും നമ്മുടെ സമാധാനം അല്ലേ? പാവം ചെയ്യുന്നതിന് സന്തോഷം ഉണ്ടാവില്ല, പേടിയായിരിക്കും എപ്പോഴും മനസ്സിൽ. അതിന് കാണണോ അറിയോ എന്നായി പോവോ. എന്നാൽ അള്ളാഹുവിനെല്ലാം അർപ്പിച്ച് അള്ളാഹിനെ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ആ സമാധാനം മനസ്സിലായോ? അല്ലാണ്ട് നമ്മള് എപ്പോഴും സമാധാനം പറയുമ്പോ മറ്റുള്ളവരെ സ്നേഹിക്കുക, മറ്റുള്ളവർക്ക് ഒരു സന്തോഷം കൊടുക്കുക, അത് മാത്രമല്ല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ മെയിൻ ആ അർത്ഥം സൂചിപ്പിക്കുന്നത് അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ നമ്മളെ കൊണ്ടുപോയി കൊടുത്ത് അള്ളാഹ് പറയുന്ന പോലെ ജീവിക്കുമ്പോ മനസ്സിന് കിട്ടുന്ന സമാധാനം. അതാണ് ഇസ്ലാം. അത് ഇസ്ലാമിലേക്ക് കിട്ടുള്ളൂ. കാരണം എന്താ, മറ്റേതെങ്കിലും മതങ്ങളിൽ അങ്ങനെ അർപ്പിക്കാനുള്ള ഒരു ദൈവമില്ല. ഉള്ളവർക്ക് മരിച്ചുപോയി, നമുക്കറിയില്ലേ, ഉള്ളവർക്ക് മരിച്ചുപോയി. അല്ലെങ്കിലോ ഇനി മരിക്കാതിരിക്കുന്നവർ, ഇനി അല്ലെങ്കിലോ സ്വന്തമായിട്ടൊന്നും ഒരു കഴിവില്ലാത്ത ആളുകൾ കള്ളക്കഥകൾ മാത്രം പറഞ്ഞുണ്ടാക്കിയ ആളുകൾ. അള്ളാഹുവാണെങ്കിലോ അതാത്തൊരു വിഷയം എല്ലാം കഴിയുന്ന പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഞാനാണ് സൃഷ്ടാവി എന്ന് സ്വയം പറഞ്ഞ എല്ലാത്തിനെയും മടക്കി ഭരിക്കുന്ന എന്തും ചെയ്യാൻ കഴിവുള്ള അള്ളാഹ്. ഓന്റെ മുമ്പിൽ നമ്മൾ നമ്മളെ കൊടുത്തു, അതിൽ കൂടി കിട്ടുന്ന സമാധാനം. അതുകൊണ്ടല്ല ഇപ്പോഴും യൂറോപ്യൻ രാജ്യങ്ങളിലുള്ള വലിയ വലിയ ബുദ്ധിജീവികൾ, നല്ല പഠിച്ച ആളുകൾ, എത്ര പഠിച്ചിട്ടും എന്ത് ചെയ്തിട്ടും അവർക്ക് എന്തില്ല, സമാധാനമില്ല. അധികാരമുണ്ട്, പണമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, സ്ഥാനമാനങ്ങളുണ്ട്, ഒക്കെ ഉണ്ട്. എല്ലാം കളഞ്ഞിട്ട് അവസാനം അവർ എങ്ങോട്ട് വന്നു? അമ്മാനനുസരിച്ച് രാവിലെ എഴുന്നേറ്റ് ഫജ്ർ നിസ്കരിച്ച് ദിക്റൊക്കെ ചെയ്ത് ചെയ്യേണ്ട ജോലി ചെയ്ത് ഹറാമുകളില്ല, കുരുത്തക്കേടുകളില്ല, അനുവദിക്കപ്പെട്ട വഴി ജീവിച്ച് രാത്രി സമാധാനത്തിന് കിടന്നു. ഈ ആശ്വാസം ഇസ്ലാമിനല്ലാണ്ട് വേറെ വഴിയും കിട്ടില്ല. ഒരു പക്ക മുസ്ലിം എപ്പോഴും സന്തോഷവാനായിരിക്കും. കാരണം ആ പേരിന്റെ അർത്ഥം തന്നെ എങ്ങനെയാണ്? മുസ്ലിം ടെൻഷനടിക്കുന്ന. കാരണം എന്താണെങ്കിലും ഒരാളെ പറയാനുണ്ട് സന്തോഷമുണ്ടെങ്കിൽ ഹൈറ് കിട്ടി, അതിൽ എന്തെങ്കിലും വിഷമായി അപ്പോഴും അള്ളാഹുവിന്റെ തീരുമാനം. ഈ ആശ്വാസം, ഈ സമാധാനം, അതാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതിന്റെ വാക്കർത്ഥം. മനസ്സിലായോ? ഇനി അതിന്റെ നിർവചനം, താരീഫ്, ഡെഫിനിഷൻ. മൂന്ന് കാര്യങ്ങളുണ്ട്. അപ്പൊ നീ ഇപ്പൊ പറഞ്ഞത് മൊത്തം കൃത്യമായിട്ടൊന്ന് നീ ആക്കിട്ടോ, അത് ഗ്രൂപ്പിലിട്ട് മാഷാ ഏതാണ് എഴുതണം, ഹദീസ് കാണാതെ പഠിക്കണം. ഓക്കെ.